അത് വളരണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ ലോകത്തിൽ അനേക വ്യക്തികളെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ പ്രതിസന്ധി ഞാൻ ഒന്ന് സംസാരിക്കുകയാണ്. അതിൽ കൂടി ദൈവം എന്നെ സഹായിച്ച ഒരു കാര്യം, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് ഒരു ഫാർമസിസ്റ്റായിരുന്നു. ബംഗാളിലാണ്. അവിടെ ഒരു ദിവസം നിന്നപ്പോൾ ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഫാർമസിസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അവള് ഒരു മലയാളിയാണ്. ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്തുള്ള ഒരു ഫാമിലി മെമ്പറാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരോ അവളെ ഷൂട്ട് ചെയ്തു. എന്റെ തൊട്ട് അടുത്ത് നിൽക്കുകയായി. അവള് താഴോട്ട് വീണു. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രതിസന്ധിയായി. ഞാൻ താഴെ വീണ് അടുത്തുനിന്ന് മാറി എല്ലാവരും താഴെ ഇതുപോലത്തെ ചെറിയ അടിയൊക്കെ അടിയിൽ കിടക്കുമായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴ് ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, വേറെ ഞങ്ങളുടെ ഒരു കോവർക്കറാണ് അവിടെ ഷൂട്ട് ചെയ്ത്, അവന് ആത്മഹത്യ ചെയ്തു. അത് വലിയ ഒരു വേദനയായിരുന്നു. അവിടെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ ചെയ്ത് ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അവളവിടെ കിടക്കുന്നു, അവിടെ വച്ചിട്ടില്ല, അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്തിച്ചു. സാധാരണ 5 മിനിറ്റ് ഒക്കെ എടുക്കുമായിരുന്നു, പക്ഷെ അതിൽ 15 മിനിറ്റ് എടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ മരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് സൺഡേയില് ജോയലോസ്റ്റിന്റെ ചർച്ചിലാണ് പോയത്. ജോയലോസ്റ്റിനെ നിങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് അറിയാം. ലോകത്തിലെ വേൾഡ് ഫേമസ് പേഴ്സൺ ആണ്. ആ ചർച്ചില് 20,000 ഫാമിലി ഉണ്ട്. ആ ജോയലോസ്റ്റിന്റെ ചർച്ചിൽ ചെന്ന് ജോയലോസ്റ്റിനോട് ഈ പ്രശ്നം ഒന്ന് പറയണം എന്നുള്ളതായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ജോയലോസ്റ്റിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ സമയമില്ല, പിന്നെ വേറെ ചില പാസ്റ്റർമാരുണ്ട്, അവരോട് സംസാരിക്കണമെന്ന്. ഞാൻ അവിടെ ഒരു പാസ്റ്ററോട് ചെന്ന് ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്ക് അവരുടെ ഫ്യൂണറൽ സർവീസിൽ ഒരു മെസ്സേജ് പറയുവാൻ പോകണം. ഞാൻ ഇതുവരെയായിട്ടും ഒരിടത്തും ഒരു മെസ്സേജ് പറയുവാനൊരു അവസരം കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം എനിക്ക് വേണമെന്ന്. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു അവസരം കിട്ടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, you go through a big trouble, but our God is going to give you some big new chances. So I was very happy to hear that. ഞാൻ ആ മരിച്ചവന്റെ പിന്നെ ഫ്യൂണറൽ സർവീസിലും പോയി അവിടെ ചില കാര്യങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു. ആ കുടുംബത്തിനൊക്കെ ചെറിയൊരു ആശ്വാസം. പിന്നെ മരിച്ച ആ ഫാർമസിസ്റ്റ് സഹോദരി ഞങ്ങളുടെ ചോട്ടിലാണെന്തോ ആ ചർച്ചില് ഞാൻ ചെന്ന് അവളെ ഒരിക്കലൊരു സർവീസ് ഒരു ചില ഒരു മെസ്സേജ് പറയണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ ചില വ്യക്തികൾ പറഞ്ഞു എനിക്ക് ഒരവസരം കിട്ടുന്നില്ല. ഞാൻ പ്രത്യേകമായി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കൊരവസരമുണ്ട്. ഞാൻ ചോദിച്ചു എത്ര സമയമുണ്ട്, എത്ര സമയം വേണമെങ്കിലും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചർച്ചിന്റെ മദ്ബാഹയില് ആദ്യമായിട്ട് അപ്രകാരം സംസാരിക്കുന്നത്. ആ ചർച്ചില് ഒരു 2% ഫാമിലി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലില് ഒത്തിരി മാനേജർമാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്,
ആ വ്യക്തി അവരുടെ താമസിക്കുന്നത് മോളാണ്. അവർക്ക് 3 കൊച്ചു പെൺപിള്ളേരുണ്ട്, 2 വയസ്സൊക്കെ ഉള്ളവരായിരുന്നു. അപ്പൊ അവർക്ക് അത് വലിയൊരു വേദനയായി കുടുംബത്തിനുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, അവള് ദൈവസ്നേഹത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തപ്പോൾ ചിലരൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കത്തില്ല, നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവള് ദൈവസ്നേഹത്തിലേക്ക് പോയി അവളുടെ മക്കളെയൊക്കെ ദൈവം നിലനിർത്തും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു 20 മിനിറ്റ്സ് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു അത് നല്ലൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്, കേട്ട ചില വ്യക്തികൾക്ക് ഒരു പ്രശ്നം. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ചർച്ചിൽ ഞാൻ അങ്ങനെ പോയൊരു മെസ്സേജ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് ചില ചർച്ചകളിലൊക്കെ പോയി മെസ്സേജ് പറയുവാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചു. അപ്പോൾ ആ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ ദൈവം എന്നെ ബലപ്പെടുത്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ കൂടി ലഭിക്കുന്ന ഒരു അനുഗ്രഹം. ഈ യേശുക്രിസ്തു ഈ ലോകത്തില് ഒരു മനുഷ്യനായിട്ട് ആണ് ജനിച്ചത്. ആ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് വളരെ വേദനയിൽക്കൂടി കടന്നുപോയി. അപ്പൊ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ നമുക്കുണ്ടാകുന്ന അതേ വേദന തന്നെയായിരുന്നു യേശുക്രിസ്തു. എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായ പ്രയാസമായിരുന്നു അത് കേൾക്കുന്നത്, അത് കാണുന്നത്. ഈ ലോകത്തില് അനേക വ്യക്തികളെ യേശുക്രിസ്തുവിനെ വേദനിപ്പിച്ചു. പക്ഷെ യേശുക്രിസ്തു ആരെയും വേദനിപ്പിച്ചില്ല. യേശുക്രിസ്തു എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അതുപോലെ യേശുക്രിസ്തു ചെയ്ത ആത്മാർത്ഥപരമായ ഒരു കാര്യം, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വളരെ ആത്മാർത്ഥമായി സ്വന്തം പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ. അപ്പോഴ് അത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അപ്രകാരം പ്രാർത്ഥിച്ചത്, അതൊക്കെ ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളും മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നത് ഓരോ സഭയുടെ വിശ്വാസത്തിലല്ല, ദൈവം കാണിച്ചു തന്ന എല്ലാ ജീവിതാനുഭവങ്ങളിലുമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ ചെയ്ത അനേക നന്മകള് ലോകത്തിലെ അനേക വ്യക്തികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ആ നന്മകളൊക്കെ എല്ലാവരും നമുക്ക് മനസ്സിലാക്കട്ടെ. നമ്മുടെ കുടുംബത്തിനൊക്കെ അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മുടെ വടക്കപ്പുറ ഫാമിലിയിലെ അനേക ഫാമിലികള് ഇപ്പൊ ഹ്യൂസ്റ്റണിലൊക്കെ അല്ല അമേരിക്കയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളോടും സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ അമ്മച്ചനെയും അപ്പച്ചൻ്റെയും ചില സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ ഹ്യൂസ്റ്റണിലും അമേരിക്കയിൽ അനേക ഏരിയകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ കാണുന്നതിന് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ദൈവം എനിക്ക് കാണിച്ചു തന്ന ജീവിത അനുഭവങ്ങളിൽ മാത്രം അതിൽ കൂടിയാണ് എല്ലാ നന്മകളും ഉണ്ടായത്. നാട്ടിൽ നിന്ന് എനിക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള അവസരം ലഭിച്ചു, നല്ല ജോലികൾ ലഭിച്ചു. അവിടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി, വീടുകളൊക്കെ എൻ്റെ മക്കളുണ്ടാക്കി. എനിക്ക് 5 കാറുകളുണ്ട്, എൻ്റെ മക്കൾക്കുണ്ട്. അവരൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ അതിൽ കൂടെയും എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ദൈവം തന്ന ജീവിതാനുഭവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് അനേക ജീവിതാനുഭവങ്ങൾ പറയുവാനുണ്ട്. ഇപ്പോൾ അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇന്ന് വളർന്നു വന്ന എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും